അല്ലാഹു തആല ഓരോരുത്തരെയും അവരവർക്കെതിരെ തെളിവ് സമർപ്പിച്ചുകൊണ്ടാണ് അവരെ ശിക്ഷിക്കുന്നത്. ഓരോരുത്തർക്കും തെളിവുണ്ട്. വെറുതെ അല്ലാഹു ശിക്ഷിക്കൂല. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു പ്രവാചകനെ, ഒരു ദൂതനെ, ഒരു താക്കീതുകാരനെ നിങ്ങളിലേക്ക് അയക്കുന്നതുവരെ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. താക്കീതുകാരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദീനിൻ്റെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ഈ താക്കീതുകാര് നിങ്ങൾക്ക് വരാതെ, അവരിൽ നിന്ന് നിങ്ങൾക്ക് വിവരം ലഭിക്കാതെ നിങ്ങളെ അല്ലാഹു വെറുതെ അങ്ങ് ശിക്ഷിക്കുന്നില്ല. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറാ ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂലാ യത്ലു അലൈഹിം ആയാതിനാ വമാ കുന്നാ മുഹ്ലികൽ ഖുറാ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറാ. നബിയെ, ഒരു നാട്ടുകാരെയും അല്ലാഹു നശിപ്പിക്കുന്നില്ല. ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂലാ. അവർക്ക് അവരുടെ മധ്യത്തിൽ, അവരുടെ ഇടയിൽ ചെന്ന് അവർക്ക് ദീൻ പഠിപ്പിക്കുന്ന, ഇസ്ലാമിൻ്റെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ദൂതനെ, ഒരു പ്രവാചകനെ, ഒരു പണ്ഡിതനെ, ഒരു പ്രബോധകനെ അവരിലേക്ക് അയക്കാതെ അള്ളാഹു ഒരു സമൂഹത്തെയും നശിപ്പിക്കുന്നില്ല. യത്ലു അലൈഹിം ആയാതിനാ. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന പ്രബോധകന്മാർ അവർക്ക് വന്നിട്ടുണ്ട്, അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ബോധ്യമായ സത്യങ്ങളെ കണ്ണടച്ച് നിഷേധിച്ചപ്പോഴാണ് ചില നാടുകളെ അള്ളാഹു നശിപ്പിച്ചത്. വമാ കുന്നാ മുഹ്ലികിൽ ഖുറാ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ. ഒരു പ്രദേശത്തുകാർ അതിക്രമികളായി ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നാം അവരെ നശിപ്പിക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഇനി അത് മാത്രമല്ല, ഒരു നാട്ടുകാര് അതിക്രമം ചെയ്തു എന്നിരിക്കട്ടെ, പക്ഷേ അവര് നന്മ ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, അവരെ ശിക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നവരെയും അള്ളാഹു ശിക്ഷിക്കുന്നില്ല. പിന്നെ ആരെയാ ശിക്ഷിക്കുന്നത്? അതിക്രമം ചെയ്യുന്നവരെ. അത് അള്ളാഹു നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹു അനീതി അല്ല ചെയ്യുന്നത്, അവരർഹിക്കുന്നത്. അവർക്കെതിരെയുള്ള തെളിവ്, അവർക്കെതിരെ പ്രമാണം സാക്ഷി നിന്നുകൊണ്ടാണ് അള്ളാഹു അവരെ ശിക്ഷിക്കുന്നത്. ഇവിടെയും നാളെ പരലോകത്തും അങ്ങനെ തന്നെ.